നക്ഷത്രങ്ങളുള്ള ആകാശത്തെ തന്നെയാണ് സത്യം. വാഗ്ദത്തമുള്ള വാഗ്ദാനം ചെയ്ത ദിവസത്തെ തന്നെയാണ് സത്യം. ഖിയാമത്ത് നാളാണ്. സാക്ഷി വശാഹിദ് സാക്ഷിയെ തന്നെയാണ് സത്യം. ആ സാക്ഷി എന്ന് പറയുന്നത് യൗമുൽ ജുമാ, ജുമാ ദിവസമാണ്. ജുമാ ദിവസം നന്മ ചെയ്തോ, പള്ളിയിൽ നേരത്തെ വന്നോ, ഇബാദത്തിലായി കഴിഞ്ഞോ, ഉപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്തോ, ഉള്ളത് ഹദിയ ചെയ്തോ, സലാത്ത് ചൊല്ലിയോ, ദുആ ചെയ്തോ, ഈ വെള്ളിയാഴ്ച നമുക്ക് സാക്ഷി നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ വശാഹിദ് തിന്മയ്ക്ക് സാക്ഷി നിൽക്കുന്ന ദിവസമാണ് യൗമുൽ ജുമാ. ജുമായ്ക്ക് നിങ്ങൾ കച്ചവടത്തിൽ മുഴുകിപ്പോയോ? ജുമായ്ക്ക് നിങ്ങൾ പിന്തിയാണോ വന്നത്? ജുമായെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കാതെയാണോ കടന്നു വന്നത്? അതിനും ഈ യൗമുൽ ജുമാ സാക്ഷിയാകുന്നതാണ്. അതുപോലെ റമളാൻ സാക്ഷിയാകുമെന്ന് പുണ്യ റസൂൽ ഗൗരവത്തോടെ റമളാൻ സാക്ഷിയാകുമെന്ന് പുണ്യ റസൂൽ. അതുകൊണ്ട് അത് മനുഷ്യനാണ്, ഷാഹിദ് അത് യൗമുൽ ജുമയാണ്. ആ ദിവസത്തെ തന്നെയാണ് സത്യം എന്ന് അല്ലാഹ് സത്യം ചെയ്യാൻ. നമ്മളിപ്പോ അല്ലാഹി സത്യം അറബികൾ പറയും, അല്ലാഹി 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 എന്ന് പറയും. നമുക്ക് അത്ര പ്രധാനമുള്ള വസ്തുവിനോടാണ് നമ്മൾ സത്യം ചെയ്യുന്നത്. ഉപ്പാനാണ് സത്യം, തൊളിക്കോട് പള്ളിയാണ് സത്യം, തൊളിക്കോട് പള്ളി നേർച്ചക്കുറ്റിയാണ് സത്യം. എന്തെല്ലാം സത്യങ്ങളാണ് അടിച്ചുവിടലാണ്. സത്യം ചെയ്യുന്നതിനെ കുറിച്ച് തന്നെ ഒരു ജുമായ്ക്ക് പ്രസംഗം നടത്തണം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പൊ എല്ലാം പറയാന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. എപ്പോ പറയൂ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അല്ലാഹ് സത്യം ചെയ്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമാ, ജുമായ്ക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ പിന്നെ അവിടെ ഒരു കച്ചവടം എനിക്ക് പ്രശ്നമില്ല, അവിടെ ഒന്നുമല്ല. കച്ചവടം ഞാൻ വലിച്ചെറിയുകയാണ്. ഖുർആൻ ജുമാ സൂറത്ത്. കച്ചവടം മാറ്റിയിട്ട് അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് ഞാൻ മസ്ജിദിലേക്ക് കടന്നു പോവുകയാണ്. അതാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ വിചാരിക്കും ഒരു 10 സാരി വിറ്റാൽ അല്ലെ 10 കിലോ അരി വിറ്റാൽ അതാണ് ഏറ്റവും ഹൈറെന്ന്. അല്ല, നിർത്തണം ഈ ലാസ്റ്റ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്നാണ് ജുമയുടെ ഫസ്റ്റ് ലാസ്റ്റ് ബെല്ല്. അതാണ് ലാസ്റ്റ് വണ്ടി. ഒരു ജുമ ഇല്ല അവർക്ക്, ജുമ ഇല്ല. ഏതായാലും കഷ്ടപ്പെട്ട് കുളിച്ചൊരുങ്ങി വരികയല്ലേ, അല്പം നേരത്തെ ഒരു 11 മണിക്ക് വന്നിരിക്കും. 2 റക്അത്ത് നമസ്കരിക്ക്, ദുഹാ നമസ്കരിക്ക്, തഹയ്യത്ത് നമസ്കരിക്ക്, ഹാജത്ത് നമസ്കരിക്ക്. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏതെങ്കിലും മൂലയിൽ ദുആ ചെയ്യ്. ഖുർആൻ സൂറത്തുൽ കഹ്ഫ് 1000 സലാത്ത് ചൊല്ലി ഖുത്ബ ശ്രവിക്ക്. എന്നിട്ട് നേരെ ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് പള്ളിപ്പറമ്പിൽ പോയി സിയാറത്ത് ചെയ്യ്. പൂർവികരുടെ, നമ്മൾ മരിക്കുമ്പോഴും ആരെങ്കിലും വരണ്ടേ അങ്ങോട്ട്, ഒന്ന് പോയി കണ്ട്. ഇപ്പൊ നല്ലതുപോലെ കാടൊക്കെ വെട്ടി തിരിച്ചിട്ടിരിക്കുകയാണ്. ഒന്ന് പോ, പാപ്പാക്കൊരു സലാം പറ, ഉമ്മാക്കൊരു സലാം പറ. നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കളും ഒന്ന് സലാം പറയും. മക്കൾ മരിച്ചുപോയിട്ട് പോയി സലാം പറ, ദുആ ചെയ്യ്. നീ ആരും മരിച്ചിട്ടില്ലയോ? അങ്ങനെ എന്തായാലും ഉണ്ടാവൂലല്ലോ, എന്നാലും വേണ്ടില്ല. ആരും മരിച്ചില്ല, ഒന്ന് പോയി നിക്ക്. അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഇവിടെ എവിടെയായിരിക്കും, ഒന്ന് ചിന്തിക്ക്. എന്നിട്ട് പോ. കച്ചവടം ഒഴിവാക്കുക, പള്ളിയിലേക്ക് പോകും. ഒരാഴ്ചയിൽ 2 മണിക്കൂറല്ലേ അല്ലാഹ് ചോദിച്ചുള്ളൂ. ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله. ജുമാ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, വണ്ടി വിട്ടോ. ഖുർആൻ ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. നിങ്ങൾ നിങ്ങൾ ഭൂമിയിലേക്ക് വ്യാപൃതനായിക്കോ. നിങ്ങൾ അന്നം തേടിപ്പോ, അല്ലാഹ് ബറക്കത്ത് ചെയ്യും. ഞാനല്ല, ഖുർആൻ സൂറത്തുൽ ജുമാ.